ശബരിമല 10 സെക്കൻഡ് കളി മാറി. പോലീസ് മേധാവിയുടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പോലും വന്നിരിക്കുകയാണ്. ഭക്തലക്ഷങ്ങൾ ശരണം വിളിയുമായി ഒഴുകിയെത്തുന്ന ശബരിമല സന്നിധാനം ഇപ്പോൾ വലിയൊരു സുരക്ഷാ വിവാദത്തിന്റെ നിഴലിലാണ്. വെറും 10-15 സെക്കൻഡുകൾ കൊണ്ട് സന്നിധാനത്ത് അതീവ സുരക്ഷാ മേഖലയിൽ സംഭവിച്ച ആ കാഴ്ചകൾ ഇപ്പോൾ കേരള പോലീസിനെയും സർക്കാരിനെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ അനുമതിയില്ലാതെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ വട്ടമിട്ടു പറന്ന സംഭവത്തിൽ ADGP S ശ്രീജിത്ത് സമർപ്പിച്ച റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഉയരുന്നത് അതീവ ഗൗരവകരമായ ചോദ്യങ്ങളാണ്. സാധാരണഗതിയിൽ ഡ്രോണുകൾക്ക് പോലും കർശന വിലക്കുള്ള അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള സന്നിധാനത്തിന് തൊട്ടുമുകളിൽ എങ്ങനെയാണ് ഒരു ഹെലികോപ്റ്റർ അനുമതിയില്ലാതെ എത്തിയത്? ADGPയുടെ റിപ്പോർട്ടിലെ ഓരോ വരികളും ഞെട്ടിക്കുന്നതാണ്. സന്നിധാനത്തെ സ്വർണ്ണ കൊടിമരത്തിന് വെറും 5 അടി മാത്രം മുകളിലായാണ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നത്. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 4 തവണയാണ് ഹെലികോപ്റ്റർ ഇത്തരത്തിൽ സന്നിധാനത്തിന് മുകളിൽ 5 അടി മാത്രം ഉയരത്തിൽ വട്ടമിട്ട് പറന്നത്. ഇത് ഗുരുതരമായ സുരക്ഷാ ലംഘനമാണ് എന്ന് റിപ്പോർട്ടുകൾ അടിവരയിടുന്നുണ്ട്. അതിലുപരി ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവർ ശ്രീകോവിലിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയെന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മൊഴി ഭീതിപ്പെടുത്തുന്നതുമാണ്. അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട ആചാരങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുമുള്ള ഇടത്ത് ഇത്തരമൊരു നീക്കം നടന്നത് എന്തിനു വേണ്ടിയായിരുന്നു എന്നതാണ് ഇപ്പോൾ പോലീസിന് കുഴപ്പിക്കുന്നത്. സാങ്കേതിക തകരാർ കാരണമാണ് ഹെലികോപ്റ്റർ വഴിമാറി എത്തിയത് എന്നായിരുന്നു കോസ്റ്റ് ഗാർഡ് നൽകിയ ആദ്യ വിശദീകരണം. എന്നാൽ ഈ ന്യായീകരണം ADGPയുടെ റിപ്പോർട്ട് പാടെ തള്ളിക്കളയുകയുമാണ്. കാലാവസ്ഥ മോശമായതുകൊണ്ട് ദിശ തെറ്റിയതാണ് എന്ന വാദം വിശ്വസനീയമല്ല എന്ന റിപ്പോർട്ട് വ്യക്തമായി പറയുന്നുണ്ട്. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശബരിമലയിൽ കോസ്റ്റ് ഗാർഡിന് സാധാരണഗതിയിൽ നിരീക്ഷണം നടത്തേണ്ട ഒരു കാര്യവുമില്ല. പിന്നെന്തിന് അവർ സന്നിധാനത്തിന് തൊട്ടുമുകളിൽ താഴ്ന്നു പറന്നു? VIP-കൾ സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററുകൾക്ക് പോലും നിലക്കലിൽ ഇറങ്ങാൻ ദിവസങ്ങൾക്ക് മുമ്പ് അനുമതി വാങ്ങേണ്ടി വരുന്നിടത്താണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇത്തരമൊരു കടന്നുകയറ്റമുണ്ടായത്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പമ്പ പോലീസ് ഇതിനോടകം തന്നെ കേസെടുത്തിട്ടുണ്ട്. സന്നിധാനത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴികൾ ഇതിനോടകം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുമുണ്ട്. ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നപ്പോൾ ഭയന്നുപോയ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് തങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത്. എയർ ട്രാഫിക് കൺട്രോൾ റൂമിലെ വിവരങ്ങളും അന്നത്തെ കാലാവസ്ഥാ റിപ്പോർട്ടും പരിശോധിക്കാനാണ് ADGPയുടെ തീരുമാനം. ഹെലികോപ്റ്റർ പറത്തിയ പൈലറ്റുമാരെ നേരിട്ട് ചോദ്യം ചെയ്യുന്നതോടെ മാത്രമേ ഇതിന് പിന്നിലെ ദുരൂഹത നീങ്ങുകയുള്ളൂ. ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർക്കും ഈ റിപ്പോർട്ട് ഉടൻ കൈമാറും. സന്നിധാനത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാനാവില്ലെന്ന് കോടതി പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആകാശമാർഗമുള്ള നിരീക്ഷണം പോലും കർശനമായി നിയന്ത്രിക്കപ്പെട്ടുള്ള ഇടത്ത് നടന്ന ഈ ആകാശയാത്ര വെറുമൊരു അബദ്ധമായി കാണാൻ പോലീസ് തയ്യാറല്ല. പമ്പ പോലീസ് ചാർജ് ചെയ്ത കേസിൽ കൃത്യമായ അന്വേഷണം നടന്നാൽ മാത്രമേ രാജ്യത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശബരിമലയ്ക്ക് നേരെയുള്ള ഇത്തരം സുരക്ഷാ ഭീഷണിയുടെ വാസ്തവം പുറത്തുവരികയുമുള്ളൂ. അധികൃതരുടെ കണ്ണുവെട്ടിച്ച് 10 സെക്കൻഡ് കൊണ്ട് കളി മാറ്റാൻ നോക്കിയവർ ആരൊക്കെയാണ്? ADGPയുടെ റിപ്പോർട്ട് കേരളത്തിലെ സുരക്ഷാ ഏജൻസികൾക്കിടയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.